നമസ്കാരം. വലിയൊരു അട്ടിമറി ശ്രമമാണ് നമ്മൾ ഇന്നലെ അതിജീവിച്ചത്. ശൈലിംഗം ആരംഭിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു ദിവസം 3-4 മാസങ്ങൾക്ക് മുമ്പ് കുറിച്ചിട്ടതാണ്. ഒരു വലിയ അട്ടിമറി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ആ ഒരു അട്ടിമറി എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഡൽഹി എന്ന് പറഞ്ഞാൽ ഡൽഹി ആവാം, മറ്റേതെങ്കിലും രാജ്യങ്ങളാവാം, സംസ്ഥാന സർക്കാരിൻ്റെ ഇടനാഴികളാവാം. അതിൻ്റെ ഒരു രേഖ എനിക്ക് ജൂൺ മാസത്തിൽ ലഭിച്ചു. വളരെ വിശ്വസനീയമായ ഒരു കേന്ദ്രത്തിൽ നിന്നാണ് കിട്ടിയത്. I spoke to secretary and some officials in shipping ministry. They say that as per tender conditions, TRV is a transshipment port and is very difficult to be transformed to a gateway port, as it will have financial implications in violation of the conditions of bidding and permission. എനിക്ക് ജൂൺ മാസത്തിൽ കിട്ടിയ ഒരു മെസ്സേജ് ആയിരുന്നു. നമ്മളിങ്ങനെ ഗേറ്റ് തുറക്കുന്നതിന് വേണ്ടി ഭയങ്കരമായ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് ഡൽഹിയിൽ നിന്ന് അയച്ചതാണ്. ഡൽഹിയിലെ ധാരണ അങ്ങനെയായിരുന്നു. TRVയെ എല്ലാ കാലത്തും ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് മാത്രമായി നിലനിർത്തുക. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ സെക്രട്ടറി തലങ്ങളിൽ, ഷിപ്പിംഗ് മന്ത്രാലയ തലങ്ങളിൽ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് ഈ വരികളിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ജനങ്ങളുടെ സംഘശക്തി എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ. ജനങ്ങളുടെ തീവ്രമായ ആഗ്രഹം, ആ ഒരു ശക്തിക്ക് മുന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നലെ ഗേറ്റ് തുറന്നതിലൂടെ നമ്മൾ നേടിയ ഈ വിജയം. നിസ്സാരമല്ല അത്. കാരണം എന്തായാലും തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങി. ഇനി എന്താണ് ചെയ്യേണ്ടത്? തുറമുഖത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് നിലനിർത്തുക. അതിലൂടെ എന്ത് സംഭവിക്കും? രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾക്ക്, രാജ്യത്തിനകത്തുള്ള പല ഫീഡർ പോർട്ടുകൾക്കും രാജ്യത്തിന് പുറത്തുള്ള പല ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾക്കും കുറെ കാലത്തേക്ക് കൂടി, ഇത് എല്ലാ കാലത്തേക്കും പൂട്ടാൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം, പക്ഷെ കുറെ കാലത്തേക്കെങ്കിലും TRVയെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ട് നിലനിർത്തിയാൽ അത്രയും അവർ വിജയിച്ചു എന്നുള്ളതിൻ്റെ അവരുടെ കരുനീക്കമാണ് ഈ പറയുന്ന വരികളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അത് ജനങ്ങളുടെ ശക്തി, ജനങ്ങളുടെ തീവ്രമായ ആഗ്രഹം, ജനങ്ങളുടെ ശക്തമായ ഡിമാൻഡ്, അതിനെ മറികടക്കാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞില്ല. പുതിയ സർക്കാർ ആ ഒരു ശക്തി തിരിച്ചറിഞ്ഞിട്ടാവാം ഇങ്ങനെ ഒരു തീയതി പ്രഖ്യാപിച്ച് ഗേറ്റ് ഓപ്പൺ ചെയ്തത്. എന്തായാലും ജനങ്ങളുടെ ശക്തി, ജനങ്ങളുടെ ജാഗ്രത ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകണം. കാരണം നമ്മുടെ ഈ തുറമുഖത്തെ അങ്ങ് അഴിച്ചുവിടാൻ ആരും തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. പറ്റാവുന്നിടത്തൊക്കെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക, പറ്റാവുന്നിടത്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇനിയുള്ള കാലങ്ങളിലും നമ്മൾ പ്രതീക്ഷിക്കണം എന്നാണ് ഈ വരിയിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ പ്രേക്ഷകർക്കും അത് ഏകദേശം പിടികിട്ടി കാണും. ഈ ഉദ്ഘാടന വേളയിൽ ശ്രീ പിണറായി വിജയന്റെ അസാന്നിധ്യം പലരും ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം വരാതിരുന്നത് നന്നായി. അദ്ദേഹത്തിന് വരാൻ കഴിയില്ല. കാരണം എന്താണ്? ഇങ്ങനെ ഒരു കൃത്യം അദ്ദേഹം ജനുവരി മാസം 24-ാം തീയതി ഇവിടെ നിർവഹിച്ചു. ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന പ്രക്രിയ അദ്ദേഹം ഇവിടെ നിർവഹിച്ചു. അതിൻ്റെ ഉദ്ഘാടനവും നടത്തി. അദ്ദേഹത്തിന് നല്ലവണ്ണം അതറിയാം. അങ്ങനെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത ഒരു കാര്യത്തിന് വീണ്ടും എങ്ങനെയാണ് അദ്ദേഹത്തിന് വീണ്ടും വന്ന് സാന്നിധ്യം നൽകാൻ കഴിയുക? അല്ലെങ്കിൽ അവിടെ വെച്ച് ആരെങ്കിലും ഇതൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മാറി നിന്നു. ഈ ഉദ്ഘാടനത്തെക്കുറിച്ച്, അന്നത്തെ 24-ന് നടന്ന ഉദ്ഘാടനത്തെക്കുറിച്ച് 25-ന് പത്രം എഴുതി, ദേശാഭിമാനി എഴുതി. അതിൽ ആ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയാണ്. വാർത്തയല്ല, പല പ്രാവശ്യവും സെയിലിംഗ് കമന്ററി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അതിന്റെ തലേ ദിവസമാണ് ഇത് വന്നിരിക്കുന്നത്. ശനിയാഴ്ച എക്സിം കാർഗോ സേവനം ആരംഭിക്കുന്നതോടെ, ശനി എന്ന് പറയുന്നത് 2024 ജനുവരി മാസം 24-ാം തീയതി,
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ശനിയാഴ്ച എക്സിം കാർഗോ സേവനം ആരംഭിക്കുന്നതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കയറ്റുമതിക്കായി ചരക്ക് എത്തിത്തുടങ്ങും. ഇത് പല പ്രാവശ്യവും സെയിലിംഗ് കമന്ററി പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്നുള്ള ഇലക്ട്രിക് സാധനങ്ങൾ, മെഷീനുകൾ, തിരുപ്പൂരിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, കുടകിലെ കാപ്പി, ആലപ്പുഴയിലെയും കൊച്ചിയിലെയും ചെമ്മീൻ, കൊല്ലത്ത് നിന്നുള്ള കശുവണ്ടി, പരിപ്പ് എന്നിവ വിഴിഞ്ഞം വഴി കപ്പൽ കയറും. ജനുവരി 24 മുതൽ കപ്പൽ കയറുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പത്രവും അന്നു പറഞ്ഞത്. അത് പിന്നെ എങ്ങനെ മാറ്റി പറയാൻ പറ്റും പിണറായിക്ക്? അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം ഈ പരിപാടിയിൽ വന്നില്ല. ഇവിടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് 10 കൊല്ലം പാഴാക്കി, റോഡ് റെയിൽ കണക്ടിവിറ്റിക്ക് വേണ്ടി 10 കൊല്ലം പാഴാക്കി. അതിനു പുറമെ ഇപ്പോഴും ഉണ്ട് പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. കിൻഫ്ര, ഇൻകൽ എന്ന് പറയുന്ന 2 സ്ഥാപനങ്ങളെ തിരുവനന്തപുരത്ത് പോർട്ടിന്റെ ഏറ്റവും അടുത്ത് ലഭ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ഇൻകലിനെയും കിൻഫ്രയെയും ചുമതലപ്പെടുത്തിയായിട്ട് മുഖ്യമന്ത്രി പറയുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എന്തായിരുന്നു? പാലക്കാടാണ്. തിരുവനന്തപുരത്തും ഇല്ല, കൊല്ലത്തും ഇല്ല, പത്തനംതിട്ടയും ഇല്ല, ആലപ്പുഴയും ഇല്ല, അങ്ങ് പാലക്കാടേ സ്ഥലമുള്ളൂ എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് ഈ സർക്കാർ തിരുവനന്തപുരത്ത് തന്നെ സ്ഥലം കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷവും അട്ടിമറിച്ചത് ആരാണ്? ഈ ചോദ്യവും ശ്രീ പിണറായിക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഉദ്ഘാടന യോഗത്തിൽ നിന്നും വിട്ടുനിന്നത്. അത് വിട്ടുനിന്നത് എന്തായാലും നന്നായി എന്നാണ് സെയിലിംഗ് കമന്ററിയുടെ അഭിപ്രായം. ഒരു വിഷയം കൂടി അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. നമ്മൾ 2 കണ്ടെയ്നറാണല്ലോ ഫ്ലാഗ് ഓഫ് ചെയ്തത്. നമ്മൾ ഒരു കണ്ടെയ്നറിന്റെ കാര്യം പറഞ്ഞു. TRV വലൻസിയ നിലമേൽ ഫുഡ്സിന്റെ കണ്ടെയ്നർ പറഞ്ഞു. രണ്ടാമത്തെ കണ്ടെയ്നർ TRVയിൽ നിന്ന് ഇസ്താൻബുളിലേക്കാണ് പോകുന്നത്. അത് ഇംഗ്ലീഷ് ഇന്ത്യൻ ക്ലേസിന്റെ കണ്ടെയ്നർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 40 ഫീറ്റ് ട്രിവാൻഡ്രത്ത് നിന്നും ഇസ്താൻബുൾ. അതിന്റെ തീയതിയും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ട്രാൻസ്ഷിപ്മെന്റ് ഇല്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിൽ സംശയമുണ്ട്. ഇസ്താൻബുൾ വരെ ട്രാൻസ്ഷിപ്മെന്റ് ഇല്ലാതെ പോകുന്ന ഒരു സർവീസ് MSC നടത്തുമോ എന്നറിയില്ല. എന്തായാലും 2 കണ്ടെയ്നറുകൾ, മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത 2 കണ്ടെയ്നറുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, വലൻസിയയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ടർക്കിയിലെ പ്രധാനപ്പെട്ട പോർട്ടാണ് ഇസ്താൻബുൾ.